ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലിങ്ക്ഡിൻ എല്ലാം യൂസ് ചെയ്ത് ജോലികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണോ? നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാറില്ല. കാരണം നമ്മൾ ഈ മെയിൽ അയക്കുന്നത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ആ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയക്കാറുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് അവരുടെ ഭാഗത്തുനിന്നൊരു റിപ്ലൈ കിട്ടാത്തത്. അതായത് ധാരാളം മെയിൽ പോകുമ്പോൾ അവർ ഓരോന്നോരോന്നും ചെക്ക് ചെയ്തായിരിക്കുമല്ലോ മെയിൽ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരാദ്യം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം അവർക്ക് വേണ്ടതായിട്ടുള്ള ആൾക്കാരെ ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിങ്ക്ഡിനിൽ ഈ ജോബ് വേക്കൻസി ഇടുന്ന റിക്രൂട്ടേഴ്സിൻ്റെ മെയിൽ ഐ ഡി ലഭിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സി വിയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ മെയിൽ ഐ ഡി നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഈ റിക്രൂട്ടേഴ്സിൻ്റെ മെയിൽ ഐ ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ ലിങ്ക്ഡിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കുക. ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കിയതിന് ശേഷം തൊട്ട് മുകളിൽ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെർച്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം #, ഹയറിംഗ്, അതിനുശേഷം നിങ്ങളുടെ ജോബ് പൊസിഷൻ, അതായത് ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, ഇപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയർ, അങ്ങനെ ഏതെങ്കിലും ഒരു ജോബ് പൊസിഷൻ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് HR എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം ഇമെയിലിനും കൂടെ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ പോസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുന്നത് കാണാം. ഈ പേജ് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ ജോബ് വേക്കൻസികളാണ്, അതായത് HR റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ജോബ് വേക്കൻസികളാണ് ഉള്ളത്, അതുപോലെ തന്നെ ആരാണ് ഈ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജോബുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഇമെയിൽ ഐ ഡി ലഭിക്കുന്നതാണ്. ജസ്റ്റ് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് വേറെ ഒരാളുടെയും കൂടെ ഓപ്പൺ ആക്കി നോക്കാം. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസികളുള്ള ഡൊമൈൻ ഓപ്പൺ ആക്കി ആ ഡൊമൈനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടും നമ്മുടെ റെസ്യൂമിയും കവറിംഗ് ലെറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മേ ബി അവർ നമ്മളെ നോട്ടീസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെയും ജോബുകൾ ലഭിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് നമ്മുടെ ലിങ്ക്ഡിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ റിക്രൂട്ടേഴ്സിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അടുത്ത പ്രാവശ്യം നിങ്ങൾ മെയിലൊക്കെ അയക്കുന്ന സമയത്ത് ഈ ട്രിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ മെയിൽ അയക്കുന്നത് രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെയുള്ള ടൈം പീരീഡിൽ മെയിൽ അയക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു സമയത്തായിരിക്കും അവരുടെ വർക്കിംഗ് പീരീഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൽ പോപ്പപ്പായി വരും. അതുകൊണ്ട് തന്നെ അവർ ഫ്രഷ് ആയിട്ട് നമ്മുടെ മെയിൽ കാണുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ നമുക്ക് റിപ്ലൈ തരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമിയും കാര്യങ്ങളൊക്കെ അയക്കുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു കവറിംഗ് ലെറ്ററും അതുപോലെ തന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമിയും കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ UAE ജോബ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മിക്ക കമ്പനീസും നമ്മുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് AI ഒക്കെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആക്കാനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.